എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മാവ് കുഴയ്ക്കാതെ, മാവ് വറുക്കാതെ, മാവ് പരത്താതെ ഒരു ഇലയട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഇലയട നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങളിങ്ങനെയേ ഉണ്ടാകും. അതിനാവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് മൈദ, അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് 3 പിഞ്ച് ഉപ്പിടുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൈ കൊണ്ട് കുഴയ്ക്കുക. നല്ലതുപോലെ കട്ടകളില്ലാതെ കുഴച്ചെടുക്കണം. പഴംപൊരിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ നല്ല കട്ടി വേണം ഈ മാവിന്. കട്ടി കുറഞ്ഞു പോയാൽ ഇലയിൽ നിന്നും ഒലിച്ച് പുറത്തു പോകും. അതുകൊണ്ട് ഇതുപോലെ കട്ടിക്ക് തന്നെ കുഴയ്ക്കണം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയത്ത് ഇലയടയ്ക്കകത്ത് വയ്ക്കുന്ന തുറു, ഞങ്ങളുടെ നാട്ടിൽ തുറു എന്നാണ് പറയുന്നത്, അതിനായി 1 കപ്പ് തിരുമിയ തേങ്ങ, 1 കപ്പ് വേവിച്ച പയർ, 1/2 കപ്പ് പൊടിച്ച ശർക്കര, 1 കപ്പ് അവൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശർക്കര നിങ്ങളുടെ മധുരത്തിന് ആവശ്യാനുസരണം ഇടുക. ഞാനിപ്പോൾ ആദ്യം 1/4 കപ്പാണ് ചേർത്തത്. മധുരം കുറവായതുകൊണ്ട് വീണ്ടും 1/4 കപ്പ് കൂടി ചേർത്ത് 1/2 കപ്പ്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. 2 ഏത്തമ്പഴം മുറിച്ചത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇലയട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മധുരം കൂടി നിൽക്കണം, അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ മധുരം കുറഞ്ഞു പോകും. മാവിന് ആവശ്യമായി ഈ ഒരു അളവിൽ സ്പൂൺ എടുക്കുക. 1 സ്പൂൺ മാവ് കോരി ഇലയിലേക്ക് ഇതുപോലെ പരത്തി 2-3 ടീസ്പൂൺ തൂറ് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കുക. ആവിയിലാണ് വേവിക്കുന്നത്. എല്ലാ മാവും ഇതുപോലെ കോരി ഒഴിച്ച് മടക്കിയെടുത്ത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി കുക്കറിലോ സ്റ്റീമറിലോ എന്തെങ്കിലും വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഈ വീഡിയോയിൽ ഞാൻ മടക്കുന്ന രീതിയിൽ തന്നെ മടക്കുക, അല്ലെങ്കിൽ മാവ് പുറത്തു പോകും. മടക്കി ആ രീതിക്ക് തന്നെ ഇതുപോലെ തന്നെയാണ് സ്റ്റീമറിൽ വെക്കാനുള്ളത്. അങ്ങനെ പരത്തിയ എല്ലാ മാവും ഇതുപോലെ സ്റ്റീമറിൽ വെച്ച് 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് സ്റ്റീം ചെയ്യണം. ഇനി ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം എടുക്കുക. മൈദമാവിലുണ്ടാക്കിയ ഇലയട റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി എന്നെ അറിയിക്കുക. സോഫ്റ്റ് യമ്മിയുമായിട്ടുള്ളൊരു ഇലയടയാണിത്. മാവ് പരത്തണ്ട, കുഴയ്ക്കണ്ട, വറുക്കണ്ട, പൊടിക്കണ്ട, എന്തെളുപ്പമുള്ളൊരു ഇലയടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ. ബൈ ഫ്രം ഡിപ്പൂസ്.